കാർത്തിക നക്ഷത്രത്തില് ഒരു സന്ധ്യാസമയത്താട്ടോ ഞാൻ ജനിച്ചത്. ജനിച്ച് വീണപ്പോൾ തന്നെ ഉണ്ടല്ലോ ഭാഗ്യം വണ്ടി വിളിച്ച് വരുന്നുണ്ടെന്നും ആനേനെ വാങ്ങാൻ വരെ പൈസ ഉണ്ടാവുമെന്ന് പറഞ്ഞ പണിക്കര് ഇപ്പൊ ജീവനോട് ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ ദിവസം ഞാൻ എന്തായാലും പോയി ഒന്ന് കണ്ടേനായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആർക്കൊക്കെ ഇതുപോലെ ജോത്സ്യക്കാര് പറഞ്ഞിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ. ജനിച്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചുട്ടെ രാവിലെ തന്നെ. ഇടിവെട്ടും മഴയാണേലും ഒരുക്കത്തിന് ഒരു കുറവും വേണ്ടാന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വായോ പോയാലോ അമ്പലത്തേക്ക്. ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നിയേട്ടാ. ഇതാണ് കേട്ടോ അവണിങ്ങാട്ട് മന. ഇവിടെ സാധാരണ ആൾക്കാർ വരാറ് നടക്കാത്ത കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടാ. കുട്ടിച്ചാത്തന്മാര്, വിഷ്ണുമായ ഇവരെ പറ്റിയൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് ഇല്ലാത്തതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പലയിടത്തു നിന്നായിട്ടും അല്ലേ. ഇവരുടെ പേര് കേട്ട അമ്പലാട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഈ അവണിങ്ങാട്. പണ്ട് ഇവിടെയുള്ള ഒരു പൂജാരി വിഷ്ണുമായനെ തപസ് ചെയ്തിട്ട് എന്ത് വര നിനക്ക് വേണ്ടേ സ്വാമി ചോദിക്കുന്ന സമയത്ത് ഞാൻ വരുന്നത് വരെ ഇവിടെ ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആള് നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റി ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പണ്ടുള്ളവർ പറയാറ്. എന്റെ ചെറുപ്പത്തില് എന്റെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാട്ടോ ഇത്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കും അറിയില്ല കേട്ടോ. എല്ലാം ഒരു കേട്ടറിവാണല്ലോ. നിങ്ങളുടെ ചെറുപ്പത്തില് ഇതുപോലൊക്കെ കഥകൾ പറഞ്ഞു തരാനായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ലേ. അതൊക്കെ ഒരു കാലമല്ലേ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാന്ന് തിരിച്ചറിയാതെ ജീവിച്ചൊരു കാലം.